സുഖമല്ലേ? എനിക്ക് സുഖമാണ്. പിന്നെ നിങ്ങൾ ഒരുപാട് വെയിറ്റ് ചെയ്യിപ്പിച്ചല്ലേ. ഐ എം സോറി, ഐ എം വെരി സോറി. ഒരിക്കലും ഞാൻ കരുതിയില്ല കുക്കി നീ എൻ്റേതാണെന്ന്, എൻ്റേതാകുമെന്ന്. യു നോ, യു യു സോ ഹാൻസം. ഐ നോ മൈ ഏഞ്ചൽ, ഐ ആം ഹാൻസം, ഐ നോ. ആ കുക്കി, നീ നീ എണീറ്റിരുന്നോ? എപ്പോഴെണീറ്റ? ഞാൻ അറിഞ്ഞില്ലല്ലോ. എൻ്റെ ബേബി എപ്പോഴാണോ ഉണർന്നത് അപ്പം ഞാൻ ഉണർന്നിട്ടുണ്ട്. ഐഷ് കുക്കി, അപ്പം ഞാൻ പറഞ്ഞതെല്ലാം കേട്ടോ? യെസ്, ഞാൻ കേട്ടു. എൻ്റെ ബേബി പോയി പറഞ്ഞത് എല്ലാം ഞാൻ കേട്ടു. ആ കുക്കി, യു നോ യു സോ ബ്യൂട്ടിഫുൾ ആസ് എ ഏഞ്ചൽ, മൈ ഏഞ്ചൽ, ഓൺലി മൈൻ. ആ കുക്കി, സ്റ്റോപ്പ് ദിസ്. കുക്കി, സ്റ്റോപ്പ് ടീസിങ് മീ. ഐ ആം ഓൾവേസ് യുവർ, ഓൺലി യുവേഴ്സ്. നീ ബ്ലഷ് അടിക്കുമ്പോൾ എന്തൊരു ക്യൂട്ടാന്നറിയോ? എനിക്ക് പിടിച്ചങ്ങ് വയ്ക്കാൻ തോന്നാം. നിൻ്റെ ആ ചുവന്ന് തുടിച്ച കവള് കടിച്ച് പറിച്ച് തിന്നാൻ തോന്നണ്ട എനിക്ക്. ഓ, ഈ കുക്കിയാണ് ബ്ലഷ് അടിപ്പിച്ച് കൊല്ലോ. കുക്കി പ്ലീസ് സ്റ്റോപ്പ്. ആ ഓക്കെ ഓക്കെ ഓക്കെ, ഞാൻ നിർത്തി. ബട്ട് ദാറ്റ്സ് ട്രൂ. അന്ന് ആദ്യമായിട്ട് നിന്നെ ആ ക്ലാസ്സിൽ വെച്ച് കണ്ടപ്പോഴേ എനിക്കൊരു പ്രത്യേക ക്യൂട്ട് തോന്നിയിരുന്നു. ആ ക്യൂട്ട്നെസ് ഇപ്പോഴും നിൻ്റെ മുഖത്തുണ്ട്, മായാതെ. അന്ന് അന്ന് എനിക്ക് നിന്നെ കുക്കി, ദാറ്റ്സ്, അതൊരു പാസ്റ്റാണ്. ഡോണ്ട് ടേക്ക് ഇൻ പ്ലീസ്. ആൻഡ് യു ബ്രോക്ക് മീ, സോ ടെൽ മീ ബാത്റൂം. യെസ്, ദാറ്റ്സ് എ പാസ്റ്റ്. ഇനി അതുണ്ടാവില്ല. പിന്നെ എൻ്റെ ഏഞ്ചലിനെ വേദനിച്ചോ? ഏയ്, ഈ പെയിന് എനിക്കൊരു സുഖമായിട്ടാണ് തോന്നുന്നത്. കാരണം ഇറ്റ്സ് എ ലവ് ആൻഡ് കെയർ, ഓൺലി ദാറ്റ്സ് വൈ. യെസ് മൈ ലവ്, യു മൈ എവറിത്തിങ്. ബട്ട് ഇന്നലെ കുറച്ച് ജെൻറ്റിലായിപ്പോയോ എന്നൊരു തോന്നൽ, അതായിരിക്കും വേദനയില്ലാത്ത. പിന്നെ ഇത് നിനക്ക് സുഖമാണല്ലേ? എന്നാ ഇനി ഓൾ ഡേ ഡാഡീസ് ലവ് വാങ്ങാൻ റെഡി ആയിട്ട് നിന്നു. എന്നിട്ട് റൂമിലേക്ക് വന്നാൽ മതി. യാ കുക്കി, സ്റ്റോപ്പ് ഇറ്റ്, യു പാവൻ ഗൈ. ഓൺലി ഫോർ യു ബേബി ആൻഡ് കോൾ മീ ഡാഡി. ഐ ആം യുവർ ഡാഡി. നീ മറന്നു അത്? യാ, അത് ഞാൻ മറന്നിട്ടൊന്നുമില്ല. യാ, യു മൈ ഡാഡി. ബട്ട് ഇനി എപ്പോഴൊക്കെ ഡാഡി ആണെന്ന് ഞാനൊന്ന് ആലോചിക്കട്ടെ. ഏയ്, അതിനെത്ര ആലോചിക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ നിനക്ക് അത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ പറയാം എപ്പോഴൊക്കെ വേണം എനിക്കെൻ്റെ ബേബി ബോയിനെ എന്ന്. ഓ കുക്കി, ഇങ്ങനെ കൊണ്ട് ഞാൻ തോറ്റു. യാ, ഐ എം ഹിയർ. നിനക്ക് അത്ര ആലോചിക്കണമെങ്കിൽ നീ ആലോചിച്ചോ. പക്ഷേ ഇപ്പം ഞാൻ നിൻ്റെ ഡാഡി തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് ഫണ്ണടിച്ചാലോ? ഏയ്, അത് വേണ്ട, ക്ലാസ്സിന് പോകണ്ടേ. സോറി ബേബി, ഐ എം ഹാർഡ്. കുക്കി പ്ലീസ്, നോ, നോട്ട് നോ. ഓക്കെ ഓക്കെ ഫൈൻ, ബട്ട് 1 മിനിറ്റ്. കുക്കി, കോളേജിൽ പോകേണ്ടതാ. കുക്കി, കുക്കി, നോ പ്ലീസ്, നോ നോ. ഓ, സമ്മതിക്കില്ല. ഒന്ന് മൂഡായി വരുമായിരുന്നു. ഇവനെ കൊണ്ട് ഞാൻ. ഓക്കെ, വാ.
ദേ, എന്തായടാ നീ നീ ചോദിച്ചോ? ജിമ്മി, മൈ ഡിയർ മൂച്ചി, ഡോണ്ട് വറി, ഐ എം ഫൈൻ ആൻഡ് യു നോ ഐ എം സോ ഹാപ്പി. ദാറ്റ് മീൻസ് നിങ്ങൾ സെറ്റായോടാ? Yeah, my mochi baby, cookie is my only my എൻ്റെത് മാത്രമായി. നിനക്കറിയോ, എൻ്റെ കുക്കി എന്നെ ഇന്നലെ മാരേജിന് പ്രപ്പോസ് ചെയ്തു. വാട്ട്, റിയലി? അപ്പോ ഇനി അടുത്ത് തന്നെ ഒരു ഫുഡ് അടി ഉണ്ടല്ലേ? ഒന്ന് പോടാ മുച്ചി. ഷോ, ഞാനിനി എന്തൊക്കെ കാണണം. നോക്കിയേ, നിന്റെ ഈ മുഖം സ്ട്രോബെറി പോലെ ചൊന്നിരിക്കുന്ന എന്ത് രസം കാണാൻ. അയ്യോ, എനിക്ക് വൈകിയ. ഒന്ന് പോടാ, അങ്ങനെയൊന്നുമില്ല. ഇഷ്, ഈ ചെങ്ങനെ കൊണ്ട് ഡാ ദേ, എന്താടാ നീ ചോദിച്ചോ കുക്കിയുടെ എല്ലാം? ആടാ, എന്താടാ നീ കാര്യമൊക്കെ ചോദിച്ചോ? എന്താ പറഞ്ഞു തന്നിട്ട് സാറ്? അത് എന്നെ, എടാ മക്കളെ, സാറ് പണി പറ്റിച്ചടാ. സാറ് നമ്മുടെ പ്രപ്പോസ് ചെയ്തെന്ന്. അതും ഒരു ബോയ് ഫ്രണ്ട് ആയിട്ടല്ല, പകരം ഹസ്ബൻഡ് ആയിട്ടടാ തെണ്ടി. സത്യമായിട്ടും. ഓ മൈ ഗാഡ്, അറ്റ് ലാസ്റ്റ് അതും സെറ്റായി. എൻ്റെ പൊന്നോ, പട്ടിയാ. യാ ബ്രോ, ഒരിക്കലും പോവണിയില്ലെന്ന് കരുതിയ ആ ഒരു പ്രണയം, നമ്മളെല്ലാവരും ആഗ്രഹിച്ച ആ പ്രണയം സത്യമായിരിക്കുന്നു, സെറ്റായിരിക്കുന്നു. ഇത് ഞമ്മക്കൊന്ന് പൊളിക്കണ്ടേടാ. ഓ, ഇവന്മാരിത് എന്തൊക്കെയാ പറഞ്ഞു കൂട്ടുന്നേ. പിന്നെ അല്ലാതെ ബട്ട് ഇപ്പോൾ അല്ല, പിന്നീട്. ഇനിയിപ്പോൾ നമുക്ക് ഫ്രഷേഴ്സ് ഡേ ഒക്കെ വരികയല്ലേ, അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്കൊരു പാർട്ടി കിட்ட അറേഞ്ച് ചെയ്യാം. എന്താ? ശരിയാ, നമ്മുടെ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. ഇപ്പം എന്തായാലും എല്ലാവരും അതിനെ തിരക്കിയേക്കും. കുക്കി അതിൻ്റെ തിരക്കിലാണ്. പിന്നെ നമ്മുടെ ശുഭച്ചാൻ ബിസിയാ, സിഒ ആയിപ്പോയില്ലേ? ആടാ, ശുഭച്ചാൻ പറഞ്ഞിരുന്നു ബിസിയാണെന്ന്. ഇനിയിപ്പോൾ അടുത്തൊന്നും ലീവ് കിട്ടിയെന്ന് വരില്ല. ഇന്ന് ചിലപ്പോൾ എന്നെ വിൽക്കാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആഹാ, ആണല്ലേ? അപ്പോൾ എനിക്കൊരു സ്കോപ്പ് ഉണ്ട്. ശുഭച്ചാൻ വരുന്നത് നിനക്കെന്തിനാടാ സ്കോപ്പ്? അതൊക്കെ ഉണ്ട് മോനെ, വെയിറ്റ് ആൻഡ് സീ. ഈ ഹോബിച്ചിന് എന്തൊക്കെയാ പറയുന്നത്? നിങ്ങൾക്ക് മനസ്സിലായോ? മനസ്സിലായെങ്കിൽ ഒന്ന് പറയാവേ. പറയണേ, എനിക്കൊന്നും മനസ്സിലായില്ല. അതാ ആ ബെല്ല് അടിച്ചു. അപ്പോൾ ഞാൻ ചിന്തിച്ചത് ശരി തന്നെയാണ്. എനിക്ക് തോന്നുന്നു, ദൈവമേ എനിക്കത് തന്നേക്കണേ. ഡാ, നിനക്ക് എന്തേലും പ്രശ്നമുണ്ടോ? എന്തൊക്കെയാണോ നീ വിളിച്ചു പറയുന്നത്? അതെ, അത് നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല, കാരണം നിങ്ങൾ കുട്ടിയാണ്. എന്തോന്ന്? എൻ്റെ പൊന്നാര മക്കൾ, അതാലോചിച്ച് നിൽക്കണ്ട. വന്നേ, നമുക്ക് ക്ലാസ്സിൽ പോകാം, അല്ലെങ്കിൽ ഇന്ന് പുറത്തായിരിക്കും. മോനെ തേത്തെ, അങ്ങോട്ട് നോക്കി, ആരാ വരുന്നേന്ന്? ആരാടാ വരുന്നേ? കുക്കി. No regret. Tonight I'ma make you taste it. Come on now, no more. Shake your body and lose control. Hold on and let them know. Drop it down and move it slow. Come on now, wind up fast. Shake your body and shake that ass. Hold on, you look so hot. Come on. എൻ്റെ മാതാവേ, ഇങ്ങേരുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇത്ര ഗ്ലാമർ ഇല്ലായിരുന്നല്ലോ. ഇത്ര പെട്ടെന്ന് ഗ്ലാമർ കൂടിയോ? ഇതെന്താ, എന്തൊരു ഓട്ടം! ഓ, എല്ലാത്തിൻ്റെയും നോട്ടം കണ്ടില്ലേ? ഓ, കണ്ണു പറിച്ച് ഞാൻ. ആഹാ, ഞാൻ ആ ബ്ലഷ് അടിച്ച് മുഴുക്കം കണ്ട് അങ്ങനെ ഇരിക്കുകയായിരുന്നു. പെട്ടെന്ന് ഇങ്ങനെ നിന്റെ മുഖം മാറിയേ. ഡേഞ്ചറായി പോയല്ലോ. എന്താടാ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ? കേട്ടോ ഡാ ചിമ്മി, വേണ്ട കേട്ടോ. ഡാ ഹോബി, നോക്കടാ, ആരൊക്കെയോ ബ്ലഷ് അടിക്കുന്നുണ്ടോ. എൻ്റെ പൊന്ന് ചിമ്മിയല്ലേ, ഒന്ന് നിർത്ത്. എൻ്റെ ദൈവമേ, ഇവന്മാരെ കൊണ്ട് ഞാൻ ക്ലാസ് ശ്രദ്ധിച്ച് ക്ലാസ് എടുക്കാൻ തുടങ്ങി.
ഓ എൻ്റെ തേത്തേ, എനിക്ക് വയ്യ. ഓ ആയിക്കോട്ടെ, ഞാൻ ക്ലാസ് ശ്രദ്ധിച്ചോളാം. ഓക്കെ ഓക്കെ. പെട്ടെന്ന് ആരോ തേർഡ് ആരെയിൽ ഒന്ന് ടച്ച് ചെയ്തു. അത് ഫീലായപ്പോൾ തന്നെ തേ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. തേ, നീ ഇന്ന് 10 സുന്ദരനായിട്ടുണ്ട്. എനിക്ക് നിന്നെ കണ്ടിട്ട് എന്തൊക്കെയോ ചെയ്യാൻ തോന്നുന്നു. Shut up your mouth, Invo. And how dare you test me? തേ, നീ ഇത്ര ബോൾഡായിരുന്നു, എനിക്കറിയില്ലായിരുന്നു. ബട്ട് ഐ ലൈക്ക് ഇറ്റ്. സ്റ്റോപ്പ് ഇൻവോ. നിന്റെ ഈ നോൺസെൻസ് ആയിട്ടുള്ള സംസാരം ഉണ്ടല്ലോ, ഇനി മേലാർക്ക് എന്നോട് ഒന്ന് സംസാരിച്ചേക്കത്, അത് ഞാൻ പറഞ്ഞേക്കാം. തേ വീണ്ടും കുക്കിയെ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഐ മീൻ ക്ലാസ് ശ്രദ്ധിക്കാൻ തുടങ്ങി. ബട്ട് വീണ്ടും ഇൻവോ തേയുടെ അരയിൽ കയറി പിടിച്ചു. You bitch! What happened there? എന്താ സൗണ്ട് ഉണ്ടാക്കുന്നേ? അത് നത്തിങ്, ഒന്നുമില്ല. Are you sure? Any problem? No sir, I am okay. എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഓക്കെ, then listen. പിന്നെ എവിടെ വെച്ചാൽ നിർത്തിയേ? വീണ്ടും JK ക്ലാസ് എടുക്കാൻ തുടങ്ങി. തേത്തെ, എന്താടാ നീ ഇതിനെ സൗണ്ട് ഉണ്ടാക്കിയേ? ജിമ്മി, അത് ഞാൻ പിന്നെ പറയാം, ക്ലാസ് ശ്രദ്ധിക്കാം. സ്റ്റുഡൻസ്, ഞാനിവിടെ ഒരു അത്യാവശ്യ കാര്യം പറയാനാണ് വന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, നമ്മുടെ ഫ്രഷേഴ്സ് ഡേ വരാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഫ്രഷേഴ്സിന് വെൽക്കം ഒന്നും കൊടുത്തിട്ടില്ലല്ലോ, ആ സമയത്ത് എക്സാമിൻ്റെ ടൈം ആയതുകൊണ്ട്. സോ ഇനി നമുക്ക് അത് നടത്താമെന്ന് ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മറ്റന്നാളാണ് നമ്മൾ ചെയ്യുന്നത്. എല്ലാവരും പേര് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് അറിയാം. എല്ലാവരും പ്രാക്ടീസ് ചെയ്ത് നല്ലവണ്ണം ഉഷാറാക്കി എല്ലാം ചെയ്യുക. ഓക്കെ, എല്ലാവരും ഉഷാറാക്കി പ്രോഗ്രാമൊക്കെ ചെയ്യാം. ഓക്കെ, പിന്നെ F4 നിങ്ങളെ പ്രിൻസിപ്പാൾ വിളിക്കുന്നുണ്ട്. ആ ഓക്കെ സർ. അങ്ങനെ സർ പോയതിന് ശേഷം അവർ പ്രിൻസിപ്പാളിൻ്റെ ഓഫീസിലേക്ക് പോയി. അവിടുന്ന് തിരിച്ചു വരുന്ന സമയത്ത്, ഐ മീൻ പോയി വരുന്ന വഴിക്ക്, എന്നാലും എൻ്റെ തേ, ആ സാറിന് നിന്നെ മാത്രമേ പിടിക്കുള്ളൂ. അതെന്താടാ അങ്ങനെ? നേരെ ഹോംവർക്ക് പോലും ചെയ്യാതെ വരുന്നത് നിന്നെയാണല്ലോ സാറിന് ഇഷ്ടം. പിന്നെ നീ ക്ലാസ്സിലെ ടോപ്പുമാണ്. അല്ല, നീ എങ്ങനെയാടാ ഇങ്ങനെ ടോപ്പ് ആവുന്നേ? ക്ലാസ്സിൽ ഹോംവർക്ക് ചെയ്യുന്നില്ല. ഞാനിതിൽ ശ്രദ്ധിച്ചിട്ട് തന്നെയല്ല, അതുകൊണ്ട് ചോദിക്കുക. എന്താടാ നീ എന്തെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ ഇതിന് വേണ്ടിയിട്ട്? അല്ല, ഉണ്ടെങ്കിൽ പറയണേ. അല്ല, ഞാൻ അങ്ങനെ ചോദിക്കാൻ കാരണം മറ്റൊന്നും കൊണ്ടല്ല. ഞാൻ നിനക്കറിയോ, എത്ര ഇരുന്ന് പഠിച്ചിട്ടും ജസ്റ്റ് പാസ്, അതല്ലാതെ അതിൻ്റെ ഒരു മാർക്ക് പോലും എനിക്ക് കൂടുതൽ കിട്ടുന്നില്ല. അതുകൊണ്ട് ചോദിക്കുക, എന്താടാ ഇതിന് കാരണം? ആടാ ശരിയാ, നിന്നോട് ഞാനും ഇത് കുറേ കാലമായി ചോദിക്കണമെന്ന് കരുതുന്നു. ഇപ്പോഴെങ്കിലും ചോദിക്കുക, നീ വല്ല ട്രിക്കും ഉപയോഗിക്കുന്നുണ്ടോ പഠിക്കാൻ? അല്ല, ഇങ്ങനെ ഹോംവർക്കൊന്നും ചെയ്യുന്നതുമില്ല, അങ്ങനെയൊന്നും ചെയ്യുന്നത് കാണാറേയില്ല, ചോദിച്ചാൽ പഠിക്കാറുമില്ല, അതുകൊണ്ട് ചോദിക്കുക, ഉണ്ടോ? ആഹാ, നല്ല ക്വസ്റ്റ്യൻ, എല്ലാവർക്കും ചോദിക്കാൻ പറ്റിയ ക്വസ്റ്റ്യൻ. നിനക്കറിയോ, കഴിഞ്ഞെന്നല്ല, ഞാൻ അവൻ്റെ കൂടെ എന്ന് കൂടിയോ അന്ന് മുതൽ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇതെങ്ങനെയാണ് നിനക്ക് പറ്റുന്നതെന്ന്. എന്നിട്ട് ചോദിച്ചതിൻ്റെ ഉത്തരവോ അവന് പോലും അറിയില്ല എന്ന് വെച്ചാൽ കൃത്യമായിട്ട് എനിക്ക് തന്നെ പറഞ്ഞു തന്നിട്ടില്ല എന്താ അതിൻ്റെ കാരണം എന്നുള്ളത്. അതെന്താടാത്തേ അങ്ങനെ? ഡാ, അതൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ പറയാ, എനിക്കറിയില്ലടാ, സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. ഞാൻ ക്ലാസ് ശ്രദ്ധിക്കാറുണ്ട്, അത്ര തന്നെ. അല്ലാതെ വീട്ടിൽ നിന്ന് പഠിക്കാനോ അവർക്ക് ഏതാണെന്നോ എനിക്കിഷ്ടമല്ല. ഞാൻ പിന്നെ ആദ്യമായിട്ടൊന്ന് എഴുതിയിട്ടുള്ളത് തന്നെ എൻ്റെ കുക്കിയുടെ ക്ലാസ്സിലാണ്, അല്ലാത്തതിലും ഞാൻ എഴുതിയിട്ടില്ല തരാം. അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ച്, നിങ്ങൾക്കറിയോ ഹോബി ജഗേ, ഞാൻ അവൻ്റെ കൂടെ ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നു. ഞാൻ എന്നിട്ട് ആ ചെറുപ്പം 10ാം ക്ലാസ് വരെ, 10ാം ക്ലാസ് അല്ല, ഇത്രയും കാലം വരെ ഞാൻ അവൻ്റെ കൂടെ ഉണ്ട്. 10ാം ക്ലാസ്സിൽ നിന്ന് അവൻ ആദ്യമായിട്ട് ഹോംവർക്ക് ചെയ്ത് ഞാൻ കണ്ടു. ഞാനന്ന് ശരിക്കും ഷോക്കായിപ്പോയി. കാരണം അത്രയും കാലം അവനൊരു ഹോംവർക്ക് ചെയ്യാറില്ല, പിന്നെ പഠിക്കാറില്ല, ഒന്നും ചെയ്യാറില്ല. അവൻ്റെ അമ്മ പോലും എന്നോട് പരാതി പറഞ്ഞിട്ടുണ്ട്, വീട്ടിൽ നിന്ന് പഠിക്കുന്നില്ല, കളിക്കുകയാണ്, മറ്റതാണ് മറിച്ചതാണെന്നും പറഞ്ഞ്. എന്നിട്ട് ആദ്യമായിട്ട് അവൻ 10ാം ക്ലാസ് വെച്ചിട്ട് നമ്മുടെ കുക്കി സാറിൻ്റെ
ക്ലാസ്സിൻ്റെ ഹോംവർക്ക് ചെയ്ത് കൊണ്ടുവന്നടാ അന്ന്. അന്ന് എൻ്റെ ഒരു എനിക്കത് ആലോചിച്ചൂടെ ഇപ്പോൾ. അപ്പം ഇത് ഇന്നുള്ളതൊന്നല്ലല്ലേ, പണ്ടേ ഉണ്ടല്ലേ. നല്ല കഥ. വെറുതെ അല്ല നീ എന്നോട് നല്ല ചോദ്യം ചോദിച്ചതെന്ന് പറഞ്ഞ് ഇപ്പോഴാണ് മനസ്സിലായി. ഡാ ദേ, നീ സത്യം പറഞ്ഞു, നീ ഇത് താഴത്ത് പെട്ടതാടാ. എന്തോന്ന്? അതെനിക്കിഷ്ടപ്പെട്ടു. നീ പോടാ തൻ്റെ ഇവനെ കൊണ്ട്. ഞാനെവിടേക്ക് പോയില്ല. ചിമ്മി, നിനക്ക് പോകണ്ടടാ. നിനക്ക് വേണമെങ്കിൽ നീ പോയിക്കോ, ഞാൻ പോവില്ല. പിന്നെ എനിക്ക് ചാൻസ് കിട്ടിയാൽ ഞാൻ പോവാണ്ടിരിക്കും. അതിന് അങ്ങനെ ഒടുക്കത്തെ ബിസിയല്ലേ, പിന്നെ എങ്ങനാ? എടാ അളിയ, എന്താണ് നിന്റെ കാലിന് പറ്റിയേ? ചെറിയൊരു മൊടന്ത് കാണുന്നുണ്ടല്ലോ. എവിടെയെങ്കിലും മൂക്കും കുത്തി വീണോ? എന്ത് മൊടന്തോ? അതൊന്നുമില്ല. ശരിയാണല്ലോ. എന്താടാ, എന്താ നിന്റെ കാലിന് പറ്റി? എന്തോ ഉണ്ടല്ലോ. ജിമ്മി പറഞ്ഞേ, എന്താ കാര്യം? ഈ മരം കൊന്തം ചോദിക്കുന്നുണ്ടില്ലേ, ഞാനിപ്പോൾ എന്താ പറയാ? അങ്ങനെ പറയാം. അതടാ, ഇന്നലെ നീ പോയതിനു ശേഷം എന്നെയും കുട്ടി പിന്നെ ഗസ്റ്റ് ഹൗസിലേക്ക് പോയിരുന്നു. പിന്നെ അപ്പോ അതാണ് കാര്യം. രണ്ടാളും കൂടെ ലവ് ചെയ്യായിരുന്നല്ലേ? ഇവന് തിരിച്ചടിക്കുകയാണല്ലോ. അതെന്തായാലും വിളിച്ചു. അപ്പൊ കിട്ടേണ്ടത് കിട്ടിയല്ലേ? പാവം ഞാൻ. എന്താ ഇത് ദൈവമേ, ഇത് എനിക്കിതൊക്കെ കാണാനാണല്ലോ വിധി. ഞാനിപ്പോഴൊരു കാര്യം ഓർത്തേ. നീ എന്തിനാ ക്ലാസ് ഒന്ന് ശബ്ദം ഉണ്ടാക്കിയേ? അത് നിന്റെ കുക്കിയുടെ ക്ലാസ്സിലെ. എന്താടാ? അത് ശരിയാ, ഞാനും കേട്ടിരുന്നു. എന്താടാ? ഞാനും കേട്ടിരുന്നു. എന്താടാ, എന്തെങ്കിലും കടിച്ചോ? കടിച്ചതല്ല, പിടിച്ചതാ. പിടിക്കേ? എന്ത് പിടിക്കാൻ? പിടിക്കാന് നിന്റെ ആള് മുമ്പിൽ ക്ലാസ് എടുക്കില്ലായിരുന്നോ? ഈ ചിമ്മിയെ കൊണ്ട് ഡാ ഒരുത്തൻ കയറി എന്നെ പിടിച്ചതാ. എന്താ കയറി പിടിക്കാനോ? ആരെ? എന്താടാ ഉണ്ടായേ? പറ, ആരടാ പിടിച്ചേ? നിന്നോടാ ചോദിക്കുന്നേ. അതെ, കുക്കി ക്ലാസ് എടുത്തോണ്ടിരിക്കുമ്പോൾ ഇൻവോ എന്നെ വീണ്ടും അവന് കിട്ടിയതൊന്നും പോരെന്നാ തോന്നുന്നേ. അവന് എന്തോ ഒരു പണിയെ കൊടുത്തേ നമ്മള്. ഇനിയും അവന് മതിയായിട്ടില്ല. എനിക്കറിയില്ലടാ, അവനിത് എന്തിൻ്റെ കേടാ? എത്ര പറഞ്ഞിട്ട് അവന് മനസ്സിലാവണ്ടേ? നീ അന്ന് നടന്നതെല്ലാം കുക്കിയോട് പറഞ്ഞിരുന്നോ? ഇല്ലടാ, ഞാൻ പറഞ്ഞിട്ടില്ല. ഹലോ ഗൈസ്, എന്താണിവിടെ ഒരു മീറ്റിംഗ്? അതൊന്നുമില്ല, ചുമ്മാതെയൊന്നുമല്ല. അവന് ഞങ്ങൾ കൊടുത്തതൊന്നും പോരാന്നാ പറയുന്നേ. എന്താ കിട്ടിയതോ? എന്ത് കിട്ടിയത്? എനിക്ക് മനസ്സിലായില്ല. ജിമ്മി, നോ, നീ ഒന്ന് പോയതേ. ഇത് അവൻ്റെ അവസാനത്തെയാ. ഇനി ഇങ്ങനെ ഉണ്ടാകാൻ പാടില്ല. സർ, ഇന്ന് ക്ലാസ്സിൽ നിന്ന് സൗണ്ട് ഉണ്ടാക്കില്ലായിരുന്നോ? വന്ന കാര്യം വിട്ടു. ഞാൻ ഇത് ചോദിക്കാനാ വന്നിരുന്നേ, ഇപ്പോഴാ ഓർമ്മയായി. അല്ല, എന്തിനാ നീ സൗണ്ട് ഉണ്ടാക്കി ഇന്നത്തെ? സർ, അത് ഇൻവോ ക്ലാസ്സിനിടയിൽ തേടെ അരക്ക് കയറി പിടിച്ചു. വാട്ട്? എന്താ? അവന് എത്ര ധൈര്യം ഉണ്ടായിട്ടാ? സർ, അത് മാത്രമല്ല സർ, ഇതിനു മുമ്പ് അതിനൊക്കെ വലിയത് അവൻ ചെയ്തതാ. 2 ദിവസം മുമ്പ് സർ ക്ലാസ്സിൽ കയറിയില്ലായിരുന്നു. സാർക്ക് ഓർമ്മയുണ്ടെന്ന് അറിയില്ല. എന്താ ജാക്ക്, അന്ന് എന്താ ഉണ്ടായി അവിടെ? ഇവന്മാര് എൻ്റെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കും. എൻ്റെ ദൈവമേ, ഞാനിനി എന്താ ചെയ്യാ? ശരിക്കും പെട്ടല്ലോ. സർ ക്ലാസ്സിലേക്ക് വരുന്നതിന് മുമ്പ് നീ എന്തുവാടാ ദിവസം തോറും ഇങ്ങനെ ഗ്ലാമർ കൂടിക്കൂടി വരികയാണല്ലോ. ഇൻവോ, നിനക്കെന്താ കിട്ടിയതൊന്നും പോരെ? നോ, എനിക്ക് മതിയായില്ല. എനിക്ക് ഒട്ടും മതിയായില്ല. എനിക്ക്
എനിക്ക് വേണ്ട, ഞാൻ എടുത്തോളാം. അങ്ങനെ പെട്ടെന്ന് തേ ഇൻവയെ വലിച്ചു മാറ്റി അവന്റെ മുഖത്തേക്ക് അടി കൊടുത്തു. എന്നിട്ട് അവിടെ നിന്ന് ഓടിപ്പോയി. യു ബാസ്റ്റേഡ്. പിന്നീട് അവിടെ ഒരു കൂട്ടത്തല്ല് തന്നെയായിരുന്നു നടന്നത്. What? That fucking bitch. കുക്കി, ഒന്ന് ചെയ്യണ്ട. അത് നിനക്കുള്ളത് ഞാൻ തരാം. നീ മിണ്ടിപ്പോ പോലും ചെയ്യരുത്. വെയിറ്റ്, ഞാൻ ഇപ്പൊ വരാം. എടാ, നിങ്ങൾ ക്ലാസ് പോയിക്കോ. ബെല്ലടിക്കാൻ അറിയില്ലേ? ഞാൻ വന്നോളാം. ഓക്കെ, ഞങ്ങൾ പോയിക്കോളാം. ഏതായാലും ഇതിന് ഞങ്ങളുടെ ആവശ്യമൊന്നുമില്ല, സാറ് തന്നെ മതിയാവും അവനെ. ഇതേ സമയം ഇൻവോ ഇവിടെ ക്ലാസ്സിലേക്ക് പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുകയായിരുന്നു. പെട്ടെന്നാണ് അവന്റെ മുഖത്തേക്ക് അടി വന്നത്. ആ കുക്കി, വേണ്ട കുക്കി. സർ, എന്നെ എന്തിനീ തല്ലുന്ന്? എന്നെ നിർത്ത. സർ പ്ലീസ്, ഞാൻ എന്താ ചെയ്ത? സർ പ്ലീസ്. കുക്കി എന്തായാലും വയറ് നിറച്ചു കൊടുത്തിട്ടുണ്ട് ഇൻവോക്ക്. കുറേയായി ഞാൻ നിനക്ക് ഓങ്ങി വെച്ചിരിക്കുന്നേ. ഇന്നാ നിനക്ക് അതൊക്കെ ഒന്ന് തരാൻ പറ്റിയേ. ഇനി മേല നീ തേടെ ബാക്കിൽ നടന്ന് അവനെ ഉപദ്രവിച്ചെന്ന് ഞാൻ അറിഞ്ഞ ഇതുപോലെ ബാക്കി വെച്ചിട്ട് പോകുന്ന കരുതണ്ട നീ. പറഞ്ഞേക്കാൻ ഞാൻ മനസ്സിലാക്കി വെച്ചക്കോ. ഇനി മേലാക്കി ഇത് ആവർത്തിക്കരുത്. നിന്നോട് ഒരുപാട് തവണ പറഞ്ഞതാ ജിമിനും ജേക്കും ഹോബിയൊക്കെ. മേലാൽക്ക് തേടെ പിന്നെ തൊട്ട് പോയതെന്നും വെന്ന് പോരുതെന്നും. ഇത് നീ അതനുസരിച്ചോ? എന്താ? യെസ്, തേ. മൈ തേ, ഓൺലി മൈൻ. സർ പ്ലീസ്, ഇനി അടിക്കല്ലേ. ഞാനിനി അവൻ്റെ അടുത്ത് വരില്ല. പ്രോമിസ്. ഐ എം സോറി സർ. പ്ലീസ് ഫോർഗീവ് മീ. ഇനി മേലാൽ നിന്റെ ഈ ഡയറക്റ്റി കണ്ണുകൾ എൻ്റെ തേടെ ശരീരത്ത് വന്ന നീ ഒന്ന് നോക്കിയാൽ നിന്റെ നീയൽ പോലും എൻ്റെ തേടെ ദേഹത്ത് പതിഞ്ഞ ഇതായിരിക്കില്ല നീ കാണാൻ പോകുന്നേ. കുക്കി പ്ലീസ്, വേണ്ട, പോവാം. എവിടേക്ക് പോന്നേ? നീ ഇങ്ങോട്ട് വാ. അതും പറഞ്ഞ് തേ വലിച്ചോണ്ടേ ജെക്കെ മറ്റേതോ റൂമിലേക്ക് പോയി. ഇതേ സമയം ഇൻവോനെ മറ്റാരൊക്കെയോ ചേർന്ന് എടുത്തുകൊണ്ടുപോയി. ഹോസ്പിറ്റലിലേക്കാണ് തോന്നുന്നു. എനിക്കറിയില്ല. എന്തായാലും ഇനി മേല ഇൻവോ നമ്മുടെ തേടെ മുഖത്തൊന്നും വെച്ചിട്ടല്ല, എവിടേക്ക് നോക്കില്ല. അത് വേറെ കാര്യം. ഇപ്പോൾ ബെല്ലൊക്കെ അടിച്ചു. സോ എല്ലാ സ്റ്റുഡൻസും ക്ലാസ്സിലേക്ക് കയറി കഴിഞ്ഞിരുന്നു. ഈ സമയത്ത് ജെക്കെയും തേയും എന്താ ചെയ്യുന്നേ നോക്കണ്ടേ? കുക്കി, ഒന്നും പറ്റിയില്ലല്ലോ. അല്ല, നമ്മളെന്തിനാ ഇങ്ങോട്ട് വന്നേ? ഞാൻ നിന്നോട് എന്തായിരുന്നു അന്ന് ചോദിച്ചിരുന്നേ? എന്തുകൊണ്ടാണ് ക്ലാസ്സിൽ കയറാഞ്ഞതെന്ന് ഞാൻ നിന്നോട് ചോദിച്ചില്ലായിരുന്നോ? ചോദിച്ചിരുന്നു. എന്നിട്ട് എന്തുകൊണ്ട് നീ എന്നോടത് പറഞ്ഞില്ല? അത് കുക്കി, ഞാൻ അപ്പോ ആ സിറ്റുവേഷനിൽ എനിക്കെന്തോ പറയാൻ നിനക്ക് പറയാൻ തോന്നിയില്ലല്ലേ കുക്കി? അതെ, ഞാൻ കോൾ മീ ഡാഡി. എന്താ ഡാഡി? ഇവിടുന്ന് അതെ, വേണ്ട. ഇനി മേലാനോട് കാര്യം മറച്ചു വെക്കാൻ നിനക്ക് തോന്നരുത്.
ഇനി മേല നിനക്കെന്നോട് പറയാതിരിക്കാൻ തോന്നരുത്. എല്ലാ കാര്യങ്ങളും പറയണം. കുട്ടി ആർമിസേ ഇത്രയേ ഉള്ളൂ. പിന്നെ ഒരു കാര്യമുണ്ട്, എനിക്ക് ഈ എപ്പിസോഡിൽ തന്നെ ഫുള്ള് ഇതിൽ തന്നെ ഇടണമെന്നുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് ഇതിലിടാൻ പറ്റിയില്ല. ഐം സോറി. പിന്നെ ഒരു എപ്പിസോഡും കൂടെ ഉണ്ടാവും. എനിക്ക് ഇടാൻ പറ്റാത്തതിൻ്റെ കാരണം സ്റ്റോറേജ് പ്രോബ്ലം ഉണ്ട് ഫോണിന്. സോ എനിക്ക് ഇത്ര ലെങ്ത്തേ മാക്സിമം കൂട്ടാൻ പറ്റുന്നുള്ളൂ. ഇനി ഒരുപാട് കാര്യങ്ങൾ ചെയ്താലേ ആക്കുന്ന റെഡി വരുള്ളൂ. അപ്പം അതുകൊണ്ട് നെക്സ്റ്റ് എപ്പിസോഡ് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. പിന്നെ അതുപോലെ വേറൊരു കാര്യം, അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യം പറയാനുണ്ട്. എന്തെന്ന് വെച്ചാൽ നമ്മുടെ ദേവാഞ്ജലി സ്പെഷ്യൽ എപ്പിസോഡ് ഞാൻ ഇട്ടിരുന്നു. അത് എല്ലാവരും കണ്ടിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു. ദേവാഞ്ജലി കണ്ടിട്ടുണ്ടാവും, സ്പെഷ്യൽ എപ്പിസോഡ് കണ്ടിട്ടുണ്ടാവും, എനിക്കറിയാം. അതിലൊരുപാട് പേർക്ക് ഒരുപാട് സംശയങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അതെല്ലാം ക്ലിയർ ആയിട്ടുണ്ടോ ഇല്ലയെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഇല്ലെങ്കിൽ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനൊരു ഇത് പറയുന്നത്. ദേവാഞ്ജലിയുടെ സ്പെഷ്യൽ എപ്പിസോഡ് ഇട്ടപ്പോൾ എല്ലാവർക്കും ഡൗട്ട് വന്നിട്ടുണ്ടായിരുന്നു, ഇത് മൈ എനിമി അല്ലേ ദേവാഞ്ജലി അല്ലല്ലോ എന്ന്. ശരിയാണ്, അത് മൈ എനിമി തന്നെയാണ്. അതിൽ അടുത്ത എപ്പിസോഡ് വന്നപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അവർ ആരൊക്കെയാണെന്ന് മനസ്സിലുണ്ടാവുമെന്ന് കരുതുന്നു. അഥവാ മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റിൽ ഇടണം. അടുത്ത വീഡിയോയിൽ ഞാനത് പറയാം. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഉണ്ടെങ്കിൽ പറയണ്ട. ഓക്കെ, പിന്നെ എപ്പിസോഡ് ഇഷ്ടമായാൽ ഉറപ്പായിട്ടും കമൻ്റ് ഇടുക, പിന്നെ ലൈക്ക് ചെയ്യുക. പിന്നെ ഇപ്പം എന്താ, ഇതൊക്കെ തന്നെ ഇഷ്ടമായി പറയാനാട്ടോ. ഓക്കെ, ശരി എന്നാൽ ബൈ ബൈ. നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം.